നമസ്കാരം. ജ്യോതിഷ വിചാരത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഡോക്ടർ പി ബി രാജേഷ്, അസ്ട്രോളജർ ആൻഡ് ജെം കൺസൾട്ടൻറ്റ്. ഇന്ന് പരാമർശിക്കുന്ന വിഷയം വിദേശ യാത്രാ യോഗമാണ്. പല ആൾക്കാരും വിദേശത്ത് പോകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു കാലഘട്ടമാണിത്. +2 കഴിയുന്ന എല്ലാ കുട്ടികളും വിദേശത്ത് പഠിക്കാൻ പോകണം, വിദേശത്ത് സെറ്റിലാവണം, വിദേശത്ത് ജോലി കിട്ടണം എന്നെല്ലാം ആഗ്രഹിക്കുന്നു. ഒരുപാട് പേര് വിദേശത്ത് പോയി, നമ്മുടെ മലയാളികൾ പ്രത്യേകിച്ചും ഗൾഫ് ഒരു കാലം ഉണ്ടായിരുന്നു. നമുക്കെല്ലാവരും ഗൾഫിലേക്ക് പോകുന്നൊരു കാലം. ഒരുപാട് സാമ്പത്തികമായിട്ട് കേരളത്തിൻ്റെ വളർച്ചയ്ക്ക് അത് ഉപകാരപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കണ്ട് വളർന്ന അടുത്ത തലമുറ വിദേശത്ത് പോകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവരെ കുറ്റം പറയാൻ പറ്റില്ല. അതിലും മെച്ചപ്പെട്ടൊരു സാഹചര്യം കേരളത്തിലോ അല്ലെങ്കിൽ ഇന്ത്യയിലോ അവർക്ക് ലഭിക്കാത്തതായിരിക്കാം. അതിന് രാഷ്ട്രീയപരമായിട്ടും മറ്റു പല കാരണങ്ങളൊക്കെ വിശദീകരിക്കാനുണ്ടെങ്കിൽ പോലും പൈസ ഒരു വലിയ ഘടകമാണ്. പിന്നെ സൗകര്യങ്ങൾ, ബുദ്ധിമുട്ടില്ലായിക, അന്തരീക്ഷം, പൊല്യൂഷൻ ഇല്ലായിക, അങ്ങനെ പല ഘടകങ്ങളും അവർ അട്രാക്ട് ചെയ്യുന്നുണ്ട്. റോഡ് സൗകര്യങ്ങൾ, ഫെസിലിറ്റീസ് ഒരുപാടുണ്ട്. പക്ഷേ അവിടെയും പല പ്രശ്നങ്ങളുണ്ട്. കാലാവസ്ഥ, തണുപ്പ്, അങ്ങനെയൊക്കെയുള്ള ബുദ്ധിമുട്ടുകളുണ്ട്. സമയത്തിന് ചികിത്സ കിട്ടാതെ ഇരിക്കുക. അപ്പോൾ അതുകൊണ്ട് ചില ആൾക്കാർ പെട്ടെന്നുള്ള ഒരു കൈ ഒടിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ 2 മാസമൊക്കെ കാത്തിരിക്കേണ്ടി വരും. അങ്ങനെയുള്ള കേസിൽ ചിലപ്പം നാട്ടിലേക്ക് മടങ്ങി വരേണ്ടി വരും. അപ്പോൾ ചിലപ്പോൾ ഡിസ്കണ്ടിന്യൂ ആവുകയും പഠിത്തം മുടങ്ങിപ്പോവുകയും അല്ലെങ്കിൽ ജോലി നഷ്ടപ്പെട്ടു പോവുക, അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട്. എങ്കിലും എല്ലാവരും മഹാഭൂരിഷം, അപൂർവമായിട്ടുള്ള എക്സംഷൻസ് ഒക്കെ ഉണ്ടാകുന്നുണ്ടെങ്കിൽ പോലും ഭൂരിപക്ഷം ആൾക്കാരും പോകണം. എത്ര പ്രായമായാലും, റിട്ടയർഡായ ആൾക്കാർ പോലും വിദേശത്ത് പോയിട്ട് 2-3 വർഷം, എനിക്ക് പരിചയമുള്ള ഒരാൾ തന്നെ 60 വയസ്സിന് ശേഷം അല്ലെങ്കിൽ അതിൽ റിട്ടയർഡ് ആയതിനു ശേഷം അമേരിക്കയിൽ പോയിട്ട് കുറേ വർഷങ്ങൾക്ക് മുമ്പാണ്. അതുവരെ ഉണ്ടായിരുന്ന അദ്ദേഹത്തിൻ്റെ സാമ്പത്തിക ബാധ്യതയൊക്കെ ഒരു 4 വർഷം കൊണ്ട് തീർക്കാനായിട്ട് സാധിച്ചു. അപ്പോൾ അങ്ങനെ കുറച്ച് കാലം കൊണ്ട് പോലും വലിയ പ്രശ്നങ്ങൾ പരിഹരിക്കാനും സാമ്പത്തിക പുരോഗതി കൈവരിക്കാനൊക്കെ സാധിക്കുന്നത് എല്ലാവരും കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും അത് ആഗ്രഹിക്കുന്നു. അപ്പോൾ അതിന് അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ ആ യോഗമുണ്ടോ ഇല്ലയോ എന്നറിയാനായിട്ട് പല ഗ്രഹങ്ങളുമായിട്ട്, ഓരോ ഗ്രഹങ്ങളും ഓരോ രാജ്യവുമായിട്ട് ബന്ധപ്പെട്ടാണ് കിടക്കുന്നത്. അപ്പോൾ ഏത് രാജ്യത്താണ് പോകാൻ ഉദ്ദേശിക്കുന്നത്, അതിന് അനുകൂലമായിട്ടുള്ള പ്ലാനറ്റ് ജാതകത്തിൽ ഫേവറബിൾ ആണോ? അങ്ങനെയാണെങ്കിൽ അയാൾക്ക് ആ രാജ്യത്തേക്ക് പോയാൽ നിൽക്കാൻ പറ്റും. നാട് വിടാനുള്ള യോഗം എന്ന് പറഞ്ഞൊരു യോഗമുണ്ട്, അല്ലാതെ നാട്ടിൽ തന്നെ നിൽക്കാനുള്ള യോഗമുണ്ട്. സാധാരണ രീതിയിൽ ഏറ്റവും അധികം വ്യാഴം അനുകൂലമായിട്ടുള്ള ആ വ്യക്തികൾ ഇന്ത്യയിൽ തന്നെ കഴിയാനാണ് സാധ്യത കൂടുതൽ. അല്ലെങ്കിൽ അവർ ഒരു കാരണവശാലും അല്ലെങ്കിൽ കുറച്ച് കാലം മാത്രമായിരിക്കും ഗൾഫ് കൺട്രീസിലൊക്കെ നിൽക്കുക. അവർ ചിലപ്പോൾ അമേരിക്കയിലോ യൂറോപ്പിലോ ഒക്കെ പോകാൻ സാധ്യതയുണ്ട്. പക്ഷേ അവർ ഓസ്ട്രേലിയയിൽ പോകാൻ സാധ്യത കുറവായിരിക്കും. ഓസ്ട്രേലിയയിൽ പോകണമെന്നുണ്ടെങ്കിൽ സൂര്യനോ ശുക്രനോ ഒക്കെ അനുകൂലമായിട്ടുള്ള ആൾക്കാരായിരിക്കും ഓസ്ട്രേലിയയിൽ പോകുന്നത്. അങ്ങനെ ഓരോ പ്ലാനറ്റുമായിട്ട് കണക്ട് ചെയ്തിട്ടാണ് ഈ യോഗം പറയുന്നത്. ഫെങ്ഷുയിൽ പെട്ടെന്ന് വിദേശ യാത്ര പോകാനായിട്ടൊരു സൂത്രം പറയുന്നുണ്ട്. അത് ഒരു ശംഖ്, വളരെ ചെറിയൊരു ശംഖ് നമ്മുടെ കിടക്കയുടെ താഴെ, തലയണയുടെ അടിയിലോ കിടക്കയുടെ അടിയിലോ വെച്ച് ദിവസവും കിടന്ന് ഉറങ്ങുന്നതിൻ്റെ താഴെ വെക്കുകയാണെങ്കിൽ 3 മാസം കൊണ്ട് വിദേശത്ത് പോകാനുള്ള സൗകര്യം കിട്ടുമെന്നാണ്, അല്ലെങ്കിൽ അതിനുള്ള യോഗം തെളിയുമെന്നാണ് ഫെങ്ഷുയി പറയുന്നത്. അത് ചൈനീസ് വാസ്തുവായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമാണ്. ഭാരതത്തിൽ അങ്ങനെയുള്ള വിശ്വാസങ്ങളില്ലെങ്കിലും അതിനിപ്പോൾ വളരെ പ്രചാരമുണ്ട്. പല ആൾക്കാരും ശംഖ് വാങ്ങി അങ്ങനെ വെക്കുകയും അങ്ങനെ അനുഭവം ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് അത് ശ്രമിക്കാവുന്നതാണ്. പിന്നെ ജാതകപ്രകാരം കണ്ടകശനി പോലുള്ള ദശാകാലങ്ങളും അപഹാരങ്ങളൊക്കെ വിദേശത്തേക്ക് പോകാൻ അനുകൂലമായിട്ടുള്ളതാണെങ്കിൽ, അല്ലെങ്കിൽ അവരുടെ ചീത്തക്കാലമാണെങ്കിലായിരിക്കും ചിലപ്പോൾ അവർ പോകുന്നത്. അപ്പോൾ ആ ചീത്തക്കാലം അങ്ങനെ നല്ലതായിട്ട് മാറുകയും ചെയ്യും. അങ്ങനെ ജാതകത്തിൽ നോക്കിയാൽ തന്നെ നമുക്കറിയാൻ പറ്റും ഈ ഒരാൾക്ക് വിദേശത്ത് പോകാൻ പറ്റുമോ, പോയാൽ എത്ര കാലം നിൽക്കാൻ പറ്റും. ചിലർ പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ തിരിച്ചു വരേണ്ടി വരും. ചിലർ പോയി കഴിഞ്ഞാൽ അവിടെ ജോലി കിട്ടും, പഠിക്കാൻ പോയ ആൾ ജോലി കിട്ടും, അവിടെ പോയി കല്യാണം കഴിക്കും, അവിടെ സെറ്റിലാവും. ചിലപ്പോൾ ഇവിടുന്ന് ഒരു മലയാളി അവിടെ പോയിട്ട് ഒരു വിദേശീനെ കല്യാണം കഴിക്കും. ചിലപ്പോൾ അവർക്ക് അതുകൊണ്ട് ചിലപ്പോൾ പി ആർ കിട്ടാനുള്ള സാധ്യത ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ടിട്ടായിരിക്കാം. എങ്ങനെയായാലും അങ്ങനെയൊക്കെ ഇപ്പോൾ ധാരാളമായിട്ട് നടക്കുന്നുണ്ട്. അതിനൊന്നും കുറ്റമുണ്ടെന്നല്ല പറയുന്നത്. ചില യോഗങ്ങൾ നമ്മുടെ പങ്കാളി ചിലപ്പോൾ അമേരിക്കയിലായിരിക്കും ഇരിക്കുന്നത്. അപ്പോൾ നമ്മളവിടെ പോയിട്ടായിരിക്കും കണ്ടെത്താൻ സാധിക്കുന്നത്. അയാൾ ഇവിടെ തന്നെ നിന്ന് കഴിഞ്ഞാൽ എല്ലാ കല്യാണം പോലും ചിലപ്പോൾ നീണ്ടുപോയെന്നിരിക്കും. കാരണം നമ്മുടെ പങ്കാളിയെ ദൈവം തീരുമാനിച്ചിരിക്കുന്ന അമേരിക്കക്കാരനോ അല്ലെങ്കിൽ ഓസ്ട്രേലിയക്കാരനോ അല്ലെങ്കിൽ UK കാരിയോ ഒക്കെ ആയിരിക്കാം. അപ്പോൾ നമ്മുടെ പങ്കാളി എവിടെയാണോ ഉള്ളത് അവിടെ നമ്മൾ ചെന്നെത്തണം. അപ്പോൾ അതെല്ലാം ദൈവം നേരത്തെ തീരുമാനിച്ചേക്കുന്ന ഒരു പ്ലാനിൻ്റെ ഭാഗമായിട്ട് നടക്കുന്ന കാര്യമാണ്.
അപ്പോൾ അത്തരം അവസരങ്ങളുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ട് ശ്രമിക്കാവുന്നതാണ്. അത് നമ്മൾ പോകാതെ ഇരിക്കുന്നതുകൊണ്ട് കാര്യമില്ല. ചില ആൾക്കാർ യോഗം ഉണ്ടെങ്കിലും ഇവിടെ പണിയൊന്നും കിട്ടിയില്ലെങ്കിലും ഞാനൊന്നും പോവില്ല, ഞാൻ വീട്ടിൽ തന്നെ നിൽക്കുമെന്ന് പറയും. ചില പാരൻസും മക്കളെ വിടാൻ സമ്മതിക്കില്ല. ചില പാരൻസ് പറയുന്നത് ശ്രീരാമൻ വനവാസത്തിന് പോലെ ദശരഥൻ്റെ സിറ്റുവേഷൻ പോലെ നമ്മളും ദുരിതം അനുഭവിച്ച് മകൻ പിരിഞ്ഞിരിക്കുന്ന ദുഃഖമോർത്ത് മരിച്ചു പോകേണ്ടി വരും എന്നൊക്കെ വിലപിക്കുന്ന ചില രക്ഷിതാക്കളൊക്കെ ഉണ്ട്. അങ്ങനത്തെ ഒരു കാലം ഉണ്ടായിരുന്നു. ഇപ്പോൾ പാരൻസൊക്കെ പറയുന്നത് നീ പോ, നീ നന്നാവ്, ഞാൻ എങ്ങനെയെങ്കിലുമൊക്കെ പൊയ്ക്കോളാം, നിൻ്റെ ഭാവിയെങ്കിലും രക്ഷപ്പെട്ടെ എന്ന് പറയുന്ന പുതിയ രക്ഷിതാക്കളാണ് ഇപ്പോൾ ഈ കാലഘട്ടത്തിലുള്ളത്. പഴയ തലമുറയുള്ളവർ ദശരഥൻ്റെയും ശ്രീരാമൻ്റെയൊക്കെ കഥ പറഞ്ഞ് മകൻ പിരിഞ്ഞിരിക്കേണ്ടി വരും, ദുഃഖിച്ച് മരിക്കേണ്ടി വരും എന്നൊക്കെ വേവലാതി പൂണ്ടിരുന്നു. ആ കാലം മാറിക്കഴിഞ്ഞു. അപ്പോൾ ജാതകത്തിൽ നോക്കിയാൽ തന്നെ നമുക്ക് ഒരാൾക്ക് പോകാനുള്ള പോസിബിലിറ്റി ഉണ്ടോ, എപ്പോൾ പോകാൻ പറ്റും, അല്ലെങ്കിൽ എന്ന് പോകാൻ പറ്റും, എത്ര കാലം നിൽക്കാൻ പറ്റും, അവിടെ പോയാൽ വിജയിക്കുമോ, അല്ലെങ്കിൽ ആ രാജ്യത്തിന് പകരം മറ്റൊരു രാജ്യമായിരിക്കുമോ കൂടുതൽ ഗുണകരമായിട്ട് വരിക എന്നെല്ലാം നമുക്ക് ജാതക പ്രകാരം നോക്കിക്കണ്ട് പരിഹാരങ്ങൾ കൂടി ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ആ ജാതകത്തിൽ ആ പ്ലാനറ്റ് ചിലപ്പോൾ ബലക്കുറവായിരിക്കും, ഫേവറബിൾ ആയിരിക്കും, പക്ഷേ ബലം ഉണ്ടാവില്ല. അപ്പോൾ അതിനുള്ള പരിഹാരങ്ങളും പ്രതിവിധികളൊക്കെ ഉത്തമനായിട്ടുള്ളൊരു ജ്യോത്സ്യനോട് ചോദിച്ചു കഴിഞ്ഞാൽ പറഞ്ഞു തരുന്നതാണ്. അതെല്ലാം ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫലം പെട്ടെന്നുണ്ടാവുകയും നിങ്ങൾക്ക് രക്ഷപ്പെടാനുള്ള അവസരം വന്നു തരികയും ചെയ്യുന്നതാണ്. ചില ജാതകത്തിൽ ജനിക്കുമ്പോൾ തന്നെ നാടുവിടാനുള്ള യോഗം ഉണ്ടാവും. ചിലർക്ക് ജോലി കിട്ടാനോ പഠിക്കാനോ ഒക്കെ ആയിട്ടായിരിക്കും വിടാനോ അല്ലെങ്കിൽ പോകാനോ ഒക്കെ അവസരം വരുന്നെങ്കിൽ ചില ആൾക്കാർ ജനിക്കുമ്പോൾ തന്നെ ആ നാട് വിട്ട് പോകേണ്ട സാഹചര്യം ഉണ്ടാവും. പല കാരണങ്ങളും ഉണ്ട്, പല വിഷയമായിരിക്കാം അതിന് പിന്നിലുണ്ടാവുന്നത്. ഇപ്പോൾ ഉദാഹരണം തന്നെ ശ്രീകൃഷ്ണൻ ജനിക്കുമ്പോൾ തന്നെ മാറി താമസിക്കേണ്ടി വന്നു, അച്ഛനും അമ്മേനെയും പിരിഞ്ഞ് കഴിയേണ്ടി വന്നു. കാരാഗ്രഹത്തിൽ നിന്ന് തന്നെ അദ്ദേഹം വേറൊരു സ്ഥലത്തേക്കും രാത്രി തന്നെ മാറ്റപ്പെട്ട കഥ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. മറ്റൊരു കഥയാണ് യേശുക്രിസ്തുവിൻ്റെ ജനനം പശുത്തൊഴുത്തിൽ പുൽക്കൂട്ടിലായിരുന്നു. പക്ഷേ അതെങ്ങനെ സംഭവിച്ചു? അതെല്ലാം ഒരു വിധിയുടെ നിയോഗമാണ്. എവിടെ ജനിക്കണം, അല്ലെങ്കിൽ എവിടെ മരിക്കണം, എങ്ങോട്ട് പോകണം, എവിടെ താമസിക്കണം, എവിടെ സെറ്റിലാവണം എന്നെല്ലാം ഓരോരുത്തർക്കും ഓരോ യോഗമുണ്ട്. നമ്മുടെ യോഗം എവിടെയാണോ, നമ്മൾ ജീവിക്കേണ്ട സിറ്റി ഏതാണ്, അല്ലെങ്കിൽ ടൗൺ ഏതാണ്, അല്ലെങ്കിൽ പ്രദേശം ഏതാണ്, അത് നേരത്തെ തീരുമാനിക്കപ്പെട്ടിട്ടുണ്ടെന്നാണ് ജ്യോതിഷം പറയുന്നത്. നമ്മൾ അവിടെ എത്തപ്പെടുക തന്നെ ചെയ്യും. ചില ആൾക്കാർ ഹിമാലയത്തിലായിരിക്കും പോയി താമസിക്കുന്നത്, വനവാസം ആയിരിക്കും അവർക്ക് യോഗം, വയസ്സാങ്കാലത്തായിരിക്കും ചിലപ്പോൾ പോകുന്നത്. ചില ആൾക്കാർ ടൗണിലായിരിക്കും പോകുന്നത്, അമേരിക്കയിലോ UK ഒക്കെ ഉള്ള നഗരങ്ങളിൽ ചെന്നായിരിക്കും അവർ സെറ്റിലാവുന്നത്. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ യോഗങ്ങളുണ്ട്. വിദേശത്ത് പോകാൻ യോഗമുള്ളവൻ വിദേശത്ത് പോകും, നാട്ടിൽ നിൽക്കാൻ യോഗമുള്ളവനാണെങ്കിൽ പുറത്ത് പോയാലും കുറച്ച് കാലം നിന്നിട്ട് ചിലപ്പോൾ കുറച്ച് പൈസയൊക്കെ ഉണ്ടാക്കി 1-2 വർഷം നിന്നിട്ട് മടങ്ങി വരും. എന്നിട്ട് ചിലപ്പോൾ ഇവിടെ ബിസിനസ്സൊക്കെ ചെയ്ത് സക്സസ് ആവും. പുറത്ത് പോയിട്ട് സക്സസ് ആവാതെ ഫെയിലിയറായിട്ട് വരുന്ന ആൾക്കാരുണ്ടല്ലോ. അപ്പോൾ പലർക്കും പല യോഗങ്ങളായിരിക്കും. എല്ലാവർക്കും എല്ലാ യോഗവും ഉണ്ടെന്ന് വിചാരിക്കരുത്, എല്ലാവർക്കും വിദേശത്ത് പോകാമെന്നും വിചാരിക്കരുത്. ചില ആൾക്കാർക്ക് മാത്രമാണ് വിദേശത്ത് പോകാൻ യോഗം ഉണ്ടാവുക, ചില ആൾക്കാർക്ക് നാട്ടിൽ നിൽക്കാനായിരിക്കും. അപ്പോൾ അത് ജാതകത്തിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്കത് തിരിച്ചറിയാൻ പറ്റുന്നതാണ്. അത് ആ സമയം കൂടി സെലക്ട് ചെയ്തിട്ട് പോയി കഴിഞ്ഞാൽ കുറേ കാലം നിൽക്കാൻ പറ്റും. ഏറ്റവും നല്ല സമയത്ത് ജാതകപ്രകാരം അനുകൂലമായിട്ടുള്ള സമയമാണ് ഏറ്റവും നല്ലതെന്ന് സൂചിപ്പിക്കുന്നത്. ചിലപ്പോൾ കണ്ടകശിനിയ കാലമൊക്കെ ആയിരിക്കാം. ആ സമയം ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ടൈമിൽ തന്നെ പോവുകയാണെങ്കിൽ ദീർഘകാലം നിൽക്കാൻ പറ്റും. ഒരു ഗ്യാസ് ലൈറ്റ് കത്തിക്കുമ്പോൾ കറക്റ്റ് ആണെങ്കിൽ, അതിനകത്ത് ഗ്യാസ് ഫില്ലാണെങ്കിൽ കറക്റ്റായിട്ട് കത്തിക്കൊണ്ടേയിരിക്കും. ആ കത്തിക്കുന്ന ടൈം മാത്രം നോക്കിയാൽ മതി, പിന്നെ അത് തീരുന്നവരെയും കത്തും. അതുപോലെയാണ് സമയം നല്ലതാണെങ്കിൽ ആ നല്ല സമയത്ത് കാര്യങ്ങൾ ചെയ്തതിൽ ശുഭമുഹൂർത്തങ്ങൾ എടുക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? നല്ല സമയത്ത് തുടങ്ങി വെച്ച് കഴിഞ്ഞാൽ അത് ദീർഘകാലം തുടർന്നു കൊണ്ടുപോകാൻ പറ്റും. അപ്പോൾ നല്ല സമയം കൂടി കണക്കാക്കിയിട്ട് പുറത്തു പോകാനുള്ള കാര്യങ്ങൾ നോക്കുക. രാഹു കേതുക്കൾ അനുകൂലമായിട്ടുള്ള ആൾക്കാരാണ് ഗൾഫ് രാജ്യങ്ങളിൽ പോകുന്നത്. 7ാം ഭാവത്തിൽ രാഹു ആണെങ്കിൽ, അല്ലെങ്കിൽ കേതു ആണെങ്കിൽ, അല്ലെങ്കിൽ 10ാം ഭാവത്തിൽ തൊഴിലിൻ്റെ സ്ഥാനത്ത് രാഹു അല്ലെങ്കിൽ കേതു ആണെങ്കിൽ മിക്കവാറും അവർ ഗൾഫ് കൺട്രികളിൽ അല്ലെങ്കിൽ അറബ് കൺട്രീസിലാണ് പോകുന്നത്. അറബ്സുമായിട്ട് കണക്ട് ചെയ്ത് ചിന്തിക്കുന്ന ഗ്രഹം രാഹു അല്ലെങ്കിൽ കേതു ഒക്കെയാണ്. അപ്പോൾ അങ്ങനത്തെ രാജ്യങ്ങളിൽ മുസ്ലിം കൺട്രീസിൽ പോകുന്ന യോഗം ജാതകപ്രകാരം ജ്യോതിഷപ്രകാരം ഈ പ്ലാനറ്റുമായിട്ട് കണക്ട് ചെയ്തിട്ടാണ് ചിന്തിക്കുന്നത്. അത്തരം യോഗമുള്ള ആൾക്കാർ ഒരു പക്ഷേ അമേരിക്കയിൽ പോയാൽ സെറ്റിലാവാൻ പറ്റില്ല, അല്ലെങ്കിൽ ഓസ്ട്രേലിയയിൽ പോയാൽ സെറ്റിലാവാൻ പറ്റുന്നതല്ല. അപ്പോൾ ജാതകത്തിൽ ഏറ്റവും പ്രധാനമുള്ള കാര്യം വിദേശത്ത് പോകാൻ ചില ആൾക്കാർ പറയും ഈ ജാതകം പോകില്ല, അയാൾ പിറ്റേ മാസം പോകും. കാരണം ഈ ജ്യോത്സ്യൻ അത് ശ്രദ്ധിക്കാത്ത പറയുന്നതുകൊണ്ട് സംഭവിക്കുന്നതാണ്. ഏത് പ്ലാനറ്റാണ് 10ാം ഭാവത്തിൽ നിൽക്കുന്നത്, തൊഴിലിൻ്റെ സ്ഥാനത്ത് നിൽക്കുന്നത്, ആ പ്ലാനറ്റായിട്ട് ബന്ധപ്പെട്ട രാജ്യത്ത്
അയാൾ എത്തപ്പെടാൻ സാധ്യത കൂടുതലാണ്. പിന്നെ എല്ലാ കാര്യങ്ങളും അങ്ങനെ തന്നെ സംഭവിച്ചോളണമെന്ന് നിർബന്ധമില്ല. ചിലപ്പോൾ ഒരാൾക്ക് അമേരിക്കയിൽ പോകാൻ യോഗം ഉണ്ടെങ്കിലും ഒരു അമേരിക്കൻ കമ്പനിയിൽ അയാൾ UAE വർക്ക് ചെയ്താലും മതി. ഗൾഫിലാണ് അയാൾ വർക്ക് ചെയ്യണമെങ്കിലും അമേരിക്കൻ കമ്പനിയിലായിരിക്കും ജോലി ചെയ്യുന്നത്. അങ്ങനെയും ചില വിരുദ്ധമായിട്ടുള്ള യോഗങ്ങളൊക്കെ ചില ആൾക്കാർക്കുണ്ടാവും. യോഗം കിടക്കുന്നതിൻ്റെ അനുഭവിക്കാൻ അയാൾ അമേരിക്ക പോകാത്തതുകൊണ്ടും, അല്ലെങ്കിൽ ഇപ്പോൾ ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ അമേരിക്കയിലേക്ക് വിസ കിട്ടാത്തൊരു കാലഘട്ടമാണ്. ഇപ്പോഴത്തെ കാലഘട്ടത്തിനെ വെച്ചിട്ടുള്ള ഒരു ഫലമല്ല ഞാൻ പറയുന്നത്. ഇപ്പോഴത്തെ പല രാജ്യങ്ങളിലേക്കും പണ്ടത്തെ പോലെ എത്തപ്പെടാനായിട്ട് പല പ്രശ്നങ്ങളും പല രാജ്യങ്ങളും ഒക്കെ ഈ പുത്തനായിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ തടസ്സങ്ങളെക്കുറിച്ചല്ല ഞാൻ പറയുന്നത്. ജാതകത്തിൽ ഉള്ള യോഗം അതനുസരിച്ചുള്ള ശ്രമങ്ങൾ നടത്തിക്കഴിഞ്ഞാൽ ഇപ്പോൾ അമേരിക്ക പോകാൻ യോഗമുള്ള ആൾക്കാർ ചിലപ്പോൾ അമേരിക്ക പോയില്ലെങ്കിലും കാനഡയിൽ പോയാലും തത്തുല്യമായിട്ടുള്ള ഫലങ്ങളൊക്കെ തന്നെയാണ് ജ്യോതിഷപരമായിട്ട് ഉണ്ടാവുക. അപ്പോൾ അങ്ങനെയുള്ള നൈബറിങ് കൺട്രീസിൽ പോയാലും അതുപോലെയുള്ള ഫലങ്ങളൊക്കെ തന്നെ ആയിരിക്കും കണക്കാക്കുന്നത്. പ്ലാനറ്റ്സും ഏതാണ്ട് സെയിം തന്നെയൊക്കെ ആയിരിക്കും. അപ്പോൾ ആ കാര്യങ്ങൾ കൂടി ശ്രദ്ധിച്ചിട്ട് തീരുമാനങ്ങൾ എടുത്തു കഴിഞ്ഞാൽ കൃത്യമായിട്ടുള്ള ഫലങ്ങൾ ഉണ്ടാവുകയും നമുക്ക് ജീവിതം സന്തോഷകരമായിട്ട് മാറ്റാൻ സാധിക്കുകയും ചെയ്യുന്നതാണ്.